നീ ഇപ്പോഴും പണ്ടത്തെ പോലെ ഡീസൻ്റ് ആണോ? പൊടി, ഞാൻ പറഞ്ഞു ഡീസൻ്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോഴോ? ഇപ്പം തീരെ ഡീസൻ്റ് അല്ല. വേറെ ചുറ്റിക്കളിയൊക്കെ ഉണ്ടോ? ഏയ് ചുമ്മാ. ഏയ് അതൊന്നുമില്ല. അപ്പൊ പിന്നെ ഡീസൻ്റ് ആണെന്നല്ലേ അർത്ഥം? ചുറ്റിക്കളി ഇല്ല എന്ന് കരുതി ഡീസൻ്റ് ആവണമെന്നില്ലല്ലോ. അപ്പൊ ചുറ്റിക്കളിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ചാൻസ് കിട്ടുന്നില്ലെന്ന്. അങ്ങനൊന്നുമല്ല, ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പക്ഷേ എന്താ പറയുന്നത്, ഞാൻ ശ്രീജിതനായ രാമനുമല്ല, സ്ത്രീജിതനായ കൃഷ്ണനുമല്ല. എന്ന് വെച്ചാൽ ഓക്കെ കിട്ടി. എന്ന് വെച്ചാൽ ഏതെങ്കിലും സുന്ദരിമാർ ഇങ്ങോട്ട് വന്ന് സെഡ്യൂസ് ചെയ്താലും ഓക്കെ, പക്ഷേ അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കാൻ വയ്യെന്നർത്ഥം. എക്സാക്ട്ലി. ആ ശ്രീരാമനും ശ്രീകൃഷ്ണനുമല്ലാത്ത, ഫ്ലർട്ട് ചെയ്യാൻ അറിയാത്ത, സെഡ്യൂസ് ചെയ്യപ്പെടാൻ തൽപരരായ ചെറുപ്പക്കാരെ ആവശ്യമുള്ള സുന്ദരിമാരാരെങ്കിലും ഉണ്ടോ പരിചയത്തിൽ? പോടാ. നീ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഞാൻ നിന്നെ മിസ് ചെയ്തായിരുന്നു എന്ന്. Did you miss me?
കുമാരകോവിൽ തമിഴ്നാട്ടിൽ. അഞ്ചു കളിക്കില്ല. കുമാരപുരം പുരം. നെല്ലെണ്ണ കേറട്ട്. പാർട്ടി ആയിരിക്കും. അതെ. ടെക്നോ പാർക്ക് ആയിരിക്കും. ഇത് ടെക്നോ പാർക്കിലായിരിക്കും ജ്വാലി. അല്ല, ഇവിടെ താലൂക്ക് ഓഫീസിലാ ജ്വാലി. എന്തേ? അതെ ചേട്ടാ, ഞാൻ തഹസിൽദാർ. കുമാരപുരത്ത് എവിടാന്ന് പറഞ്ഞു? ചേട്ടാ, കുമാരപുരം ജംഗ്ഷൻ അവിടെ എത്തുമ്പോ ജംഗ്ഷനൊക്കെ തോനെയുണ്ട്. ഓ, എന്നാ ജംഗ്ഷൻ എത്തട്ടെ, എന്നിട്ട് പറയാം. തൽക്കാലം നേരെ പോട്ടെ. എന്റെ തലയൊക്കെ വല്ലാതിരിക്കുന്നു. അയ്യോ, തലവേദനയാണോ? വെള്ളം വേണോ? മോരുകൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. ബിയർ ഉണ്ടോ ചേട്ടാ? സ്ട്രോങ്. എന്തെല്ലാം കാണണം കേൾക്കണം. സ്വാമി ശരണം. ഇരി, ഇപ്പൊ വരാം. ചുണ്ണാമ്പ് തീർന്നു പോയി. വെറ്റയും പാക്കും മാത്രമേ ഉള്ളൂ കേട്ടാ. എന്തിനെണ്ണ? അമ്മച്ചി എന്തിനത്? അഞ്ചു അഞ്ചു എന്റെ ആട്ട. അഞ്ചു അഞ്ചു നോക്കില്ലേ? എന്റെ ആട്ട നശിപ്പിച്ചു. ഏത് ഗതികെട്ട നേരത്താണ് ഇതിനൊക്കെ വലിച്ച് വണ്ടിയിൽ കയറ്റിയത്. ഈ ടെക്നോപാർക്ക് പെണ്ണുകളെല്ലാം കൂടെ താട് മുടിക്കും. അഞ്ചു അഞ്ചു ഇങ്ങനെ പിടിച്ച കുളിക്കൽ ഇനി വാഴ വെക്കും. എന്തൊരു നാറ്റ്. പുതിയ അപ്പോസിറ്റ് അടിച്ചിട്ട വണ്ടിയാണ്. ഞാൻ ക്ലീൻ ചെയ്ത് തരാം. മറ്റിടത്തെ പരിപാടിയായി പോയി കേട്ടാ. എന്തിനാ രണ്ടും കൂടെ അടിച്ച് കോൺ തിരിച്ചും വണ്ടിയിൽ വന്ന് കയറി. പെണ്ണും പിള്ള വാൾ വെച്ച് കംപ്ലീറ്റ് ലെവലായി. വണ്ടി നാറ്റിച്ചും അലമ്പാക്കി. പുതിയ ബ്രക്സ് കവർ ഇട്ട് വെച്ചിരിക്കണ വണ്ടി ആയിരുന്നണ്ട. സീനാക്കട്ടെ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. പരിഹാരം ഉണ്ടാക്കാം. മനയ്ക്ക് ഒമാലിട്ട് വെച്ചിരിക്കണ വണ്ടിയാണ്. അയ്യപ്പൻ്റെ കൂടെ ആരും സമാനം പറയും. ഞാൻ പറയാം, അണ്ണെന്നില്ലേ? ആ കടയിൽ നിന്ന് രൂപ വെള്ളം എടുത്തു തരാം. മാമ, ആ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും കുറച്ച് പേപ്പറും എടുത്തോണ്ട്. ഇത് കൊഞ്ച് കേസാണ് കേട്ടോ. നാളെ കാലത്ത് നോക്കിയാൽ മതി. പേരെന്തായിരുന്നു പറഞ്ഞു? ഇപ്പൊ എന്തിനും പേരുകളൊക്കെ ചോദിക്കണേ? നേരത്തെ തഹസീൽദാരെന്ന് പറഞ്ഞ് രണ്ടുകൂടെ കോനെ അടിച്ചല്ലേ? അണ്ണാ സോറി, വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞു വേണം. ക്ഷമി. നമുക്ക് ഈ കുട്ടി ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കണം.
എന്തിനു തരും? 300. അതുപോരാ, ക്ലീനിങ് ചാർജ് കൂടെ ചേർത്ത് കണക്കിന് 500 രൂപ തരണം. ശരി. പേര് സനൽ. ഓ, ബേഷ തൊട. വാക്സിൻ ചൊണ്ടി എടുക്കല്ലേ? ഓ, അനക്കില്ലണ്ണ. മൂലക്ക് അല്ല പോവാ. അണ്ണാ ഇത് മുറുക്കൊക്കെ വാങ്ങിച്ചു പോയി. വാ. ഓ, പതുക്കെ. കുമാരപുരം ജംഗ്ഷൻ എത്താറേ. ഞങ്ങോട്ട് നീ എങ്ങോട്ടെന്ന് ചോദിച്ചാ നോക്കട്ടെ. എന്ത് നോക്കട്ടെ? അറിഞ്ഞൂടെ? അല്ല, നോക്കട്ടെ, ഇപ്പം പറയാം. ഒരു മിനിറ്റ്. നീ എങ്ങോട്ടെന്ന് പറഞ്ഞാ ഇത് ഓട്ടിക്കണത്? ഇല്ല, ഞാൻ ഒന്ന് വിളിച്ചു നോക്കും. അഞ്ചു ഇനിയും വാള് വെച്ചാ അമ്മച്ചിയാണ് എന്റെ തനിക്കോണം കാണും. കേട്ടല്ലേ? കേട്ട് അഞ്ചു, ഇവരെ വീട് എവിടെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, ഇത് എന്തൊരു സെറ്റപ്പ്. ഒന്ന് അടങ്ങ്. എന്തോന്നടങ്ങാൻ? എന്റെ പൊന്നെണ്ണ ഒന്ന് അടങ്ങ്. പഴയ ഒരു ഫ്രണ്ടാണ്, 7 കൊല്ലം കഴിഞ്ഞ് കാണണേണ്. വേറെ ഒന്നും അറിഞ്ഞൂടെ തൽക്കാലം. ക്ഷമി. ക്ഷമിക്കാം. നമ്മളിത് എന്തൊരു ചെയ്യും രാത്രി? ആലോചിക്കട്ടെ. സ്വാമി സാർ, അനീഷണ്ണ, ഒരു ചെറിയ കലിപ്പുണ്ട്. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വരാൻ കുറച്ച് ലേറ്റ് ആവും, വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ അത് സത്യമല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. ഞങ്ങൾ കുറച്ച് സ്മോൾ അടിച്ച്. ഓഹോ, ഞങ്ങളിവിടെ ഇരുത്തിയിട്ട് വേറെ സ്ഥലത്ത് പോയി വെള്ളം അടിച്ചോണ്ടിരുന്നല്ലേ? നല്ല പാർട്ടി. സോറി, പുള്ളിക്കാരി കുറച്ച് വാളായിപ്പോയി. പുള്ളിക്കാരിയ? ഇത് കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാ. ഡൽഹിയിലാ താമസം. കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരി അടിച്ച് ഔട്ടായി. ഇത് തട്ടി വിളിച്ചിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. ഇവിടെ കുമാരപുരത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസം. പക്ഷെ എനിക്ക് ഫ്രണ്ടിന്റെ വീടും നമ്പറും ഒന്നും അറിയില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇങ്ങോട്ട് കൊണ്ടുപോവാ. നമുക്ക് ഇവിടെ വന്നിട്ട് ആലോചിക്കാം. ആണോ? അല്ല, അവിടെ നമ്മുടെ വണ്ടി കിടപ്പില്ല. രണ്ടും കൽപ്പിച്ചെടുത്ത് എൻ്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോയാലോ? അണ്ണന്റെ വീട്ടിലോട്ടാ? ഗീതുവിന് ഇത് അറിയാമോ? ഇല്ല. നിങ്ങള് നവോദീസയും ഡൈവോഴ്സും ഒരേ ദിവസം നടത്താനുള്ള പരിപാടിയാണ്. അത് ഒരു പോയിന്റാണ്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ ഇവിടെ റൂം പറഞ്ഞു വെക്കാം. ആ കൊച്ചിന്റെ പേരും അഡ്രസ്സും കൊടുക്കേണ്ടി വരും. ആ വാട്സാപ്പ് ഇട്ട് തന്നാൽ മതി. അത് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളൊരു ഓട്ടോയിലാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകും.
അതൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, കുറച്ച് ക്യാഷ് അടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ചഞ്ചലിന്റെ അടുത്ത് അതൊന്നും ലീക്ക് ആക്കരുതെന്ന് പറയണം പ്രത്യേകിച്ച്. ഒരു കാരണവശാലും അവൻ ഇത് അറിയണ്ട. അവൻ ഇല്ലാത്ത കഥകൾ മൊത്തം പറഞ്ഞു പരത്തും. അല്ല ഞാൻ എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ അങ്ങ് വന്നാൽ അവൻ എന്തായാലും അറിയൂലേ? അതൊന്നും അറിയില്ല. എന്നാ ധൈര്യമായിട്ട് കൊണ്ടിരിക്കും. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്നാ ഞാൻ അവിടെ എത്താറാകുമ്പോൾ എന്നെ വിളിക്കാം. ഓക്കെ, ഇറക്കിക്കോ. പതുക്കെ